ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വലിയ മാഫിയായി രൂപപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകം, ആത്മഹത്യാ പ്രേരണ, പരസ്യമായ അക്രമ സംഭവങ്ങൾ, ഗർഭഛിദ്രം എന്നിവയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലാണെങ്കിൽ ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയൻ്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തകൾ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൊലയാളി കോൺഗ്രസ് ഒരു ഇര കൂടി എന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ നിന്ന് മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പ് 4 വയനാട് ജില്ലയിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ കൂടി വരികയാണ് ദിനം പ്രതി. നേതാക്കളുടെ നിയമന കോഴയിൽ കുരുങ്ങി കഴിഞ്ഞ ഡിസംബറിലാണ് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയത്. മുള്ളംകൊല്ലി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് 2ാം വാർഡ് അംഗവുമായ ജോസ് നെല്ലയിടത്ത് കഴിഞ്ഞ ദിവസമാണ് ജീവനൊടുക്കിയത്. കോൺഗ്രസ് നേതാക്കൾ ചതിച്ചു എന്ന് അതിനാലാണ് ജീവൻ ഒടുക്കുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ലൈംഗികാതിക്രമ പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടത്തുന്നത്. അതിൽ കോൺഗ്രസ് നേതാക്കൾ പോലും ഇരയാകുന്നു. ഒരു കൂട്ടം വെട്ടുകിളികളുടെ സംഘമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഈ കോൺഗ്രസ്സാണ് കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷനിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ 1/2 ഡസൻ ആളായി. ഇനിയിപ്പോൾ ആൾ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1/2 ഡസൻ ആൾക്കാരായി. അയാൾക്ക് നിയമപരമായി ഈ സഭയിൽ പങ്കെടുക്കാനുള്ള അവകാശമൊന്നുമില്ല. ആരും നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് ധാർമ്മികതയുടെ പ്രശ്നമാണല്ലോ. എന്ന് മാത്രമല്ല, ഇത് പിന്നെ സാധാരണ ഒരു സംഭവം അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് രാജിവെക്കണമെന്ന് പറയുന്നത്. അസാധാരണമായ ഒരു സംഭവമാണ്. അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലെ സംഭാഷണം കേട്ടാൽ മനസ്സിലാവുമല്ലോ. നിന്നെ ഞാൻ കൊല്ലും, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അപ്പുറത്ത് നിന്ന് ആ കുട്ടി, നിങ്ങൾ എന്നെ കൊന്നാൽ വെറുതെ പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിനെ നീ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് പിന്നെ സഹോദരിമാരികളുണ്ട്, ഞാൻ പറയുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ. അപ്പം അതാണ് കേരളത്തിലെ സമൂഹം ഇത് പാടില്ല എന്ന് പറയുന്നത്. അപ്പം അത് അയാളുടെ രാജിവെക്കില്ല എന്നുള്ള നിലപാടാണ്. നിയമസഭയിൽ ഉണ്ടായ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ എടുത്തിട്ടുള്ള കേസ് ഹൈക്കോടതി പിൻവലിക്കുന്നത് തള്ളിയപ്പോൾ ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഒരാഴ്ചക്കാലം അവിടെ മുദ്രാവാക്യം വിളിയായിരുന്നു നിയമസഭയ്ക്കകത്ത്. അപ്പോൾ ഇത് എത്ര ദിവസം വരെ മുദ്രാവാക്യം വിളിക്കേണ്ടി വരും? സ്വന്തം പാർട്ടിക്കാരെ പല കാരണങ്ങളാൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന നിലയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ആർക്കും ചെന്നെത്തുവാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്.